സ്പോർട്സ് ആയിരുന്നു എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്പോർട്സിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു ലൈഫായിരുന്നു. പിന്നീട് തുടർന്ന് ഓരോ ഘട്ടത്തിലും കിട്ടിയ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ലെവലെത്താൻ സാധിച്ചിട്ടുള്ളത്. മൾട്ടി ടാലൻറ്റഡ് ഗിന്നസ് റെക്കോർഡ് ലഭിച്ച പ്രമീല ടീച്ചറാണ് കണ്ണൂർ മൗണ്ടനോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ടീച്ചർ നമസ്കാരം. നമസ്കാരം. പയ്യന്നൂർ സ്വദേശിയായ ടീച്ചർ ഈ മൾട്ടി ടാലൻറ്റഡ് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുമ്പോൾ എന്ത് തോന്നി? ഒരുപാട് സന്തോഷം തോന്നി. അത് അങ്ങനെ തീർച്ചയായും പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. കാരണം ഒരു യാദൃശ്ചികം വേണം വെച്ചാൽ പറയാൻ. സ്പോർട്സ് ആയിരുന്നു എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്പോർട്സിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു ലൈഫായിരുന്നു. അപ്പോൾ 10th പഠിക്കുമ്പോൾ മുതൽ നാഷണൽസ് കിട്ടിയ ഒരാളായിരുന്നു. പിന്നീട് തുടർന്ന് ഓരോ ഘട്ടത്തിലും കിട്ടിയ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ലെവലെത്താൻ സാധിച്ചിട്ടുള്ളത്. അതായത് SSLC മുതൽ ഒരു 10 വർഷത്തെ കഠിനാധ്വാനം യാത്രയിലാണ് ഇപ്പോൾ ഈ റെക്കോർഡ്. ഇതെങ്ങനെ നമുക്ക് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ കടമ്പകളാണ് കടന്നത്? നമ്മൾ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ റെക്കോർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു മാസത്തെ താമസവും കാര്യങ്ങളും വെച്ച് അന്ന് ഞാൻ ക്രിക്കറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് എനിക്കത് ഇപ്പോൾ അംഗീകരിക്കണം എന്നില്ല. ആ ക്രിക്കറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഇപ്പോഴും പഠിക്കണം. അപ്പോൾ കരാട്ട ചെയ്തു, ക്യാരംസ് ചെയ്തു, ഹോക്കി ചെയ്തിട്ടുണ്ട്, പിന്നെ ജൂഡോ, റെസ്ലിംഗ്, യോഗ, ഇങ്ങനെ മൾട്ടി ടാലൻറ്റ് പേഴ്സണാലിറ്റിയിലാണ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് മൊത്തത്തിലുള്ള അച്ചീവ്മെൻറ്റ്സിൽ. അതിൽ ലാത്തി ഗേല എന്നുള്ളൊരു ഗെയിംസ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അത് അപ്പം നമ്മൾ ഏത് രീതിയിലാണ് ഗിന്നസിനായിട്ട് അപേക്ഷിക്കുന്നത്? അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഫുൾ ബാക്ക് സപ്പോർട്ട് എൻ്റെ സാറാണ്, രാജു മാത്യു സാറിന്. അപ്പോൾ ശ്രീകണ്ഠാപുരത്തുള്ള ഒരു കരാട്ട സെൻറ്ററിലെ സാറാണ്. അദ്ദേഹത്തിൻ്റെ ബാക്ക് സപ്പോർട്ടാണ് എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. അതായത് മാർഷൽ ആർട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. കരാട്ടെ കുറേ വർഷം പഠിച്ചു. കരാട്ട ഒരു 10th പഠിക്കുമ്പം ആ കാലഘട്ടത്തിൽ പഠിക്കുന്നുണ്ട്. എപ്പോഴും ബ്ലാക്ക് ബെൽറ്റ് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അതും സാധിച്ചു. ഗ്രേസ് മാർക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഡാൻസ് പാട്ട് എല്ലാം പഠിക്കുമ്പോൾ അതെല്ലാം നമുക്ക് ഒരു എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ടാലൻ്റാണ്, നമ്മളെ കഴിവുകളാണ്. പക്ഷെ ഇത് സ്പോർട്സ് എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രചോദനം നമ്മുടെ സാറൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഈ കരാട്ടയിലെ എത്രാമത്തെ ഡാനാണ് ബെൽറ്റ്? ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ്. ശരി. പിന്നെ മറ്റുള്ള അതായത് ഡാൻസ് ഒക്കെ ശാസ്ത്രീയ സംഗീതമാണോ ശാസ്ത്രീയ നൃത്തമാണോ? അല്ല, ഡാൻസ് എന്ന് പറയുന്നത് അനിയത്തി ഡാൻസർ ആയിരുന്നു. അനിയത്തിയുടെ പേര് രജനി എന്നാണ്. അപ്പോൾ അവളെ ഞാൻ സ്ഥിരമായിട്ട് സ്കൂളിൽ ഡാൻസ് പഠിക്കുമ്പം അത് എഴുതിയെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഡാൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചെടുത്തു. ആ പാട്ടും പഠിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊന്ന് അതെല്ലാം പഠിച്ചു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊന്നും എവിടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ സ്പോർട്സിൻ്റെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ജില്ലാ തല സർട്ടിഫിക്കറ്റ് മുതൽ കുട്ടികൾക്ക് എപ്പം പ്രചോദനവും ഉപകാരം മാത്രമല്ല നമുക്കൊരു ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും എവിടെ അപ്ലൈ ചെയ്യാനുള്ള വഴിയാണെന്നുള്ളത് തോന്നിയത് കൊണ്ട് ആ മേഖല തന്നെ ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായത്. ശരി. ഈ മറ്റുള്ള ഈ മൾട്ടി ടാലന്റ് എന്ന് പറയുമ്പോഴേക്ക് പാട്ട്, ഡാൻസ്, ഇതേപോലുള്ള കരാട്ടെ, അതെ അങ്ങനെയുള്ള ഫുട്ബോൾ എല്ലാം അടങ്ങുന്നതാണല്ലോ. അതെ, ഫുട്ബോള് പിന്നെ എൻ്റെ ഇതിൽ ലിസ്റ്റിലില്ല. ബാക്കിയുള്ള എല്ലാ ഗെയിംസും എൻ്റെ ലിസ്റ്റിലുള്ളതാണ്. ശരി. അതൊക്കെ എല്ലാം ചെയ്തു. അപ്പോഴേ ഈ ടാലന്റ് കണ്ടെത്തിയത് അധ്യാപകരാണ്. അവരാണോ ഇതിന് അപേക്ഷ കൊടുത്തിട്ടുള്ളതും ഒക്കെ രാജു സാറാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫാമിലീസിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അവർക്കും അറിയില്ല എന്താണ് ഇങ്ങോട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്, ഏത് വഴിയാണെന്നറിയില്ല. പിന്നെ നല്ല കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നാട്ടിൽ. അപ്പം അവരുടെ സപ്പോർട്ടും കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. പുള്ളിക്ക് ഇത് ആദ്യം എന്താണെന്ന് അറിയില്ല. പിന്നെ എല്ലാരും കൂടെ പറയുമ്പം ഇതൊരു നല്ലൊരു കാര്യമാണ് തോന്നി. ഫുൾ സപ്പോർട്ടാണ്. ഗിന്നസ് റെക്കോർഡ് ലഭിച്ചു എന്ന് കേട്ടപ്പോ ഹസ്ബൻഡ് എന്ത് പറഞ്ഞു? ആദ്യം ഒരുപാട് സന്തോഷം തോന്നി. കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ, എപ്പോഴും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളത്. ഈ ഗിന്നസിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴേ എന്തൊക്കെ, പക്ഷേ ടീച്ചർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അത് സാറിനാണ് കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു? കുട്ടികൾ പറയുന്നത് ഇൻസ്പിറേഷൻ ആണ് അവർക്ക്. ഇപ്പം ഗിന്നസ് വേൾഡ് എന്ന് പറയുന്നത് അമ്മ ഈ ഒരു വഴിക്ക് വന്നതുകൊണ്ട് അവർക്ക് ഇതിനോട് താല്പര്യം. അവരും ഒരാള് ക്യാരംസിൽ നാഷണൽ മത്സരിച്ചിട്ടുണ്ട്. ഹരിവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പം 10th എക്സാമിന് വേണ്ടിയിട്ട് റെഡിയാവുന്നു. ഒരാൾ 10th കഴിഞ്ഞു, ഒരാൾ ജൂഡോയിൽ
സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചിട്ടുണ്ട്. ശരി. ഈ ഗിന്നസ് ഏത് വർഷം ലഭിച്ചത്? 2024 ഗിന്നസ് വേൾഡ്. എങ്ങനെയാണ് അതിന്റെ അറിയിപ്പ് കിട്ടിയത്? അറിയിപ്പ് കിട്ടിയത് ഡൽഹിയിൽ നിന്ന് ഇൻഫർമേഷൻ സാറിന് കിട്ടി, തിരിച്ച് സാറിന് കിട്ടി. ആ വാർത്ത പത്രത്തിൽ മീഡിയാസിലെല്ലാം വന്നു. അപ്പോൾ ഞാനും അപ്പൊ മീഡിയാസിൽ വരുന്ന സമയത്ത് മേഡം അറിയുന്നുള്ളൂ? ആ മീഡിയാസിൽ വരുമ്പോഴാണ് ഇത് കിട്ടിയെന്നുള്ളത് അറിയുന്നത്. അതുവരെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അതൊരു അത്ഭുതം, സന്തോഷമായില്ലേ മേഡം. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ചെയ്യുന്നത് മോട്ടിവേഷൻ ക്ലാസ് ആണ് ചെയ്തത്. മോട്ടിവേഷൻ ക്ലാസ് സാധാരണഗതിയിൽ എങ്ങനെ, അത് ആരെങ്കിലും ഒരു അപേക്ഷ തന്നിട്ട് പോകുന്നതാണോ അതോ? അതിപ്പം ഞാനിപ്പോൾ ഒരു കമ്പനിക്ക് മോട്ടിവേഷൻ ചെയ്തു, റിലയൻസ് കമ്പനിക്ക്. അപ്പോൾ ഈ ബിസിനസ് കാര്യങ്ങളായിട്ട് അവർക്കൊരു മോട്ടിവേഷൻ ആണെങ്കിൽ അത് ഞാൻ ജസ്റ്റ് എൻ്റെതായിട്ടുള്ള കരിയറിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒന്ന് അവരുടെ അടുത്ത് പോയി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നു. അപ്പം അതൊരു മോട്ടിവേഷനായിട്ട് അവരെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി പറയുന്നത്. പിന്നെ സ്റ്റുഡൻസിൽ ഉള്ള ക്ലാസ് മിക്കതും കോഴിക്കോട് ഭയങ്കര സപ്പോർട്ടാണ്. കണ്ണൂർ സപ്പോർട്ടല്ല എന്നല്ല, കോഴിക്കോട് നമുക്ക് സപ്പോർട്ടായതുകൊണ്ട് കൂടുതൽ ക്ലാസ്സുകൾ കോഴിക്കോടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം കുട്ടികൾ എന്ന് പറഞ്ഞാൽ ലഹരിയിലേക്കാണ് പോകുന്നത്. അപ്പം അത് മാറിയിട്ട് നമുക്ക് സ്പോർട്സ്, നമ്മളെ ലൈഫിൽ സ്പോർട്സിൽ എന്ത്, മറ്റ് ആക്ടിവിറ്റീസിൽ എന്ത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, അവരെ അതിലേക്ക് വരുത്തിക്കുക എന്നുള്ളത്, വരിക എന്നുള്ളത് ഫുൾ പാരൻസിൻ്റെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം. അത് ഞാൻ എടുത്ത് പറയാമെന്ന്. കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ കൂടുതൽ പാരൻസ് അത് കേട്ടിരിക്കുക. ആ കേട്ടിരുന്ന ആ കുട്ടികളുടെ കഴിവുകൾ തീർച്ചയായിട്ടും ഒരു പാരൻസ് ആയിരിക്കും. വീട്ടിൽ നിന്ന് മാത്രമാണ് ചില കുട്ടികൾ പുറത്തേക്ക് വരുന്നത്. മിക്ക സമയം എല്ലാവരും പറയും ക്ലാസ് മുറിയിലാണ് ടീച്ചറാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലല്ല, നമ്മുടെ കുട്ടികളാണ് ഇവർ ആ പുറത്ത് സമൂഹത്തിലേക്ക് നമ്മളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പാരൻസിന് നല്ലൊരു കടമ ഇതിലുണ്ട്. അപ്പോൾ പാരൻസിന്റെ സപ്പോർട്ട് എപ്പോഴും വേണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. തീർച്ചയായിട്ടും പാരൻസ് തന്നെയാണ്. കാരണം കുട്ടികൾ വൈകി വീട്ടിലെത്തുന്ന സമയത്ത് അതല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടോയെന്ന് അറിയാം. ഇതൊക്കെ പേരൻസിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അതിപ്പോൾ രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. ഈ ബാക്കി സമയം കുട്ടികൾ എവിടെ പോകുന്നു? ഇന്നിപ്പം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് ഒരു 10-15 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികൾ രാത്രി 8 മണി 9 മണിക്ക് വീട്ടിലേക്ക് വന്നു കയറുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മാരക ലഹരിയാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മള് വളർന്നു വരുന്ന നല്ല നല്ല പ്ലാറ്റ്ഫോമുകൾ കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കുക. സ്കൂളിലായാലും സ്കൂളിൽ നമുക്കിപ്പോൾ ഒരു യോഗ കൊടുക്കുന്നുണ്ട്, അതുപോലെ ചെസ്സ് കൊടുക്കുന്നുണ്ട്, ക്യാരംസ് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനുള്ള ഒരു ഗ്രൗണ്ട്, അതുപോലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായാൽ തന്നെ അവർ കുറച്ചൊക്കെ മാറും. അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ ആ മാറുന്നതിനാണ് ഞാൻ പറയുന്നത്. ഇപ്പം വീട്ടിൽ തന്നെ ചില വീട്ടിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനൊരു വഴിക്ക്, അമ്മ വേറൊരു വഴിക്ക്. അത് കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനോ കുട്ടികൾക്ക് സാധാരണഗതിയിലുള്ള ഒരു സന്തോഷം വീട്ടിൽ ഉണ്ടാവുന്ന ഒരു അന്തരീക്ഷമല്ല. അങ്ങനെയുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ ഒരു ബോധവൽക്കരണമൊക്കെ നടത്തി ആ കുട്ടികൾക്ക് ആ വീട്ടിലേക്ക് നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്താവും, തീർച്ചയായും അച്ഛനോടും അമ്മയോടും ഇണങ്ങി നിൽക്കും. അനിയത്തി ഏട്ടൻ ഇവരോട് അവർക്ക് എക്സ്ട്രാ എന്താ കഴിവുള്ളത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഡാൻസ് ക്ലാസ്, ഇനിയിപ്പം മറ്റേ മാർഷൽ ആർട്സ് എന്ത് പഠിക്കുന്നു അവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒന്നുണ്ടെങ്കിൽ അതിൽ അവർ ഇൻക്ലൂഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അതിൽ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് അവർക്ക് വരാൻ സാധിക്കില്ല. കാരണം മൈൻഡ് എപ്പോഴും ബിസിയായി, നമുക്ക് ബിസി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പല ചിന്തകളും നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. നമ്മളെപ്പോഴും ബിസി ആയിക്കൊണ്ടിരിപ്പം ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് രാവിലെ മുതൽ എഴുന്നേറ്റ് 10ാം ക്ലാസ്സിലത്തെ എല്ലാം ഒരു മാർക്ക് കംപ്ലീറ്റ് പിടിക്കണം എന്ന് വെച്ച് ഫുൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ കുട്ടി കംപ്ലീറ്റ് ബിസിയായി, പിന്നെ ടയേർഡായി വന്നു, ഫുഡ് കഴിച്ചു. അവർ ഹെൽത്ത് ആൻഡ് മെൻ്റലി ഓക്കെയാണ്. പക്ഷെ ഒന്നും ചിന്തിക്കാത്ത ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഫാമിലിയുടെ സെറ്റപ്പ് കുറവാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപൂർവമാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ മാറി എല്ലാവരും അച്ഛനും അമ്മയും ഫ്രണ്ട്സാണ് കുട്ടികൾ. അപൂർവതേ ഉള്ളൂ. പക്ഷെ അപൂർവമായാൽ പോലും നമ്മൾ വളർന്നു വരുന്ന സമൂഹത്തിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർ നമുക്ക് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് കൂടുതലും ഈ മാർഷൽ ആർട്സ് മാതിരിയുള്ള സംഭവം പഠിക്കുന്നതാണ്. കാരണം അത് കുട്ടിക്ക് മെന്റലിയും ഫിസിക്കലായിട്ടും ഏറ്റവും 100% ക്ലിയർ ആയിരിക്കും കുട്ടികൾ. അല്ലേ മേഡത്തിന്റെ? അതിൻ്റെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. കാരണം മാനസികമായിട്ട് കുട്ടികൾ സന്തോഷിക്കണം, ശാരീരികമായിട്ട് നല്ല ഹെൽത്ത് വേണം. ഇപ്പോഴത്തെ ഒരു ചൂട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂട് ഒരു ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഈ സ്പോർട്സ് മറ്റ് കഴിവുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ കപ്പാസിറ്റിയാണ്, ശാരീരിക ക്ഷമത കൂടും. അതെ, അപ്പം എല്ലാവരും ഇതിലേക്ക് വരട്ടെ. പ്രതിരോധശേഷിയും കൂടും ഇതുകൊണ്ട്. ഞാൻ പറയുന്നത് ഇപ്പം മേഡം മൾട്ടി ടാലന്റഡ് ആയിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചു. എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല. എന്നിരുന്നാലും ഒരു 3-4
മറ്റു പലതിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കഴിവ് കുട്ടികൾക്കുണ്ടാവണം. ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ചുറ്റുപാട് നമ്മുടെ സമൂഹത്തിലുണ്ടോ? വിദ്യാഭ്യാസ മേഖലയിലായാലും. വിദ്യാഭ്യാസ മേഖലയിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ഭരണപരിഷ്കാരത്തിൽ അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസം വളരെ നല്ലതാണ്. നമ്മൾ പുറത്ത് പോയി പല സ്ഥലത്ത് പോയതുകൊണ്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്, നമ്മൾ കേരളത്തിൽ വളരുന്ന കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണ്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഫീൽഡ് പറഞ്ഞാൽ അത്രയും ഹൈ ആണ്. ടീച്ചറെ, നാട് പയ്യന്നൂരാണ്. പ്രോപ്പർ പയ്യന്നൂരല്ല, പയ്യന്നൂർ കാങ്കോൾ സ്വാമിമുക്ക് എന്നൊരു ഫേമസ് ആയൊരു സ്ഥലമാണ്. നാട് എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഒരുപാട് ഇഷ്ടപ്പെട്ട നാട്ടുകാർ, എൻ്റെ കൂടെ നിൽക്കുന്ന നാട്ടുകാർ. തീർച്ചയായും ടീച്ചർക്ക് ഈ മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടുമ്പോൾ നാട്ടിനും കൂടി അഭിമാനമാണ്, നാട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇത് റെക്കോർഡിന് പോകുമ്പോൾ അവരറിയില്ല, പക്ഷെ റെക്കോർഡ് കിട്ടിയതിന് ശേഷം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലക്സ് വെക്കാനും മറ്റു കാര്യങ്ങൾക്കും. അവിടുത്തെ നമ്മളെ സ്പോർട്സ് ഒരു ക്ലബ്ബുണ്ട്, കക്കിരിയാട് വാൻശാല എന്ന് പറയും. അപ്പം എൻ്റെ നാട്ടിലത്തെ ആ ക്ലബിലത്തെ കുട്ടികളും അവരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരെ എടുത്തു പറയുന്നു. കാരണം ഇനിയും എന്നാലാവുന്നത് അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ട് ടീച്ചറുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു, ഇൻ്റർവ്യൂവിൽ വെച്ച് പറയാമെന്ന്. എന്തായാലും ആ നാട്ടുകാർ പുണ്യം ചെയ്തവരാണ് തീർച്ചയായും. കാരണം ഇത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് പറയാൻ മാത്രമേ പറ്റൂ. അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ വലിയൊരു കഷ്ടപ്പാട് അതിൻ്റെ പിന്നിൽ. ചിലപ്പോൾ അച്ഛനും അമ്മേരെയും എൻ്റെ കൂടപ്പറപ്പിൻ്റെ എല്ലാം പ്രാർത്ഥനയായിരിക്കാം, എൻ്റെ ഹസ്ബൻഡിൻ്റെയും മക്കളെയും പ്രാർത്ഥനയായിരിക്കാം ഈ ഒരു അവസരത്തിൽ. എന്തായാലും ഹസ്ബൻഡ്, ടീച്ചറുടെ ഫാമിലി, ആ നാട്ടുകാർ എല്ലാവരും ശരിക്കും ടീച്ചർ അവരോടും അവർ ടീച്ചറോടും കടപ്പെട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ടീച്ചർ നമുക്ക് വേണ്ടി ഇത്രയും സമയം ടീച്ചറുടെ വിലപ്പെട്ട സമയമാണ് നമുക്ക് കണ്ണൂർ മൗണ്ടിന് വേണ്ടി ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചത് ഒരുപാട് നന്ദി. അപ്പോൾ എന്നെ ഇന്ന് ഇൻ്റർവ്യൂ വിളിച്ച കണ്ണൂർ മൗണ്ടൻ മീഡിയാസിന്, ഓൺലൈൻ മീഡിയാസിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇതിൻ്റെ ടീം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അറിയിക്കുകയാണ് ടീച്ചറെ. ഓക്കെ.